11th 12th പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട JEE എക്സാമിനേഷൻ, നീറ്റ് എക്സാം, കീം എക്സാം, ഉസാട്ട് എക്സാമിനേഷൻ, NDA എക്സാമിനേഷൻ, IMU CET എക്സാമിനേഷൻ, SSC RA എക്സാമിനേഷൻ, CUET എക്സാമിനേഷൻ, VIT എക്സാമിനേഷൻ, ഈ എക്സാമിനേഷനൊക്കെ എന്തിനാണ് എഴുതുന്നത്? ഏത് ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണ്? ഇതൊക്കെ 11th 12th പഠനത്തിനോടൊപ്പം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾക്കും ക്വസ്റ്റ്യൻസിനുമെല്ലാം ഒറ്റ ആൻസറേ ഉള്ളൂ. ആലപ്പുഴ ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ 11th 12th റെസിഡൻഷ്യൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ടീച്ചേഴ്സിനോടൊപ്പം കുട്ടികൾ താമസിച്ച് പഠിച്ചാൽ മൊബൈൽ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ എല്ലാ പരീക്ഷകൾക്കും സ്ട്രെസ് ഫ്രീ ആയി ഒരുങ്ങാൻ ടീച്ചേഴ്സിന്റെ കെയറോടുകൂടി പഠിച്ച് വിജയം നേടാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. 10ാം ക്ലാസ് കഴിയുന്ന ഒരു വിദ്യാർത്ഥിയാണോ, ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതൂ. ആ സ്ക്രീനിംഗ് ടെസ്റ്റിൽ നല്ല പെർഫോമൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പോടെ, അത് ഫീസിന് മാത്രമല്ല ഹോസ്റ്റൽ ഫീസിലും 100% സ്കോളർഷിപ്പോടുകൂടി +1 +2 എൻട്രൻസ് സ്റ്റഡിയും എൻജോയ് ചെയ്ത് പഠിക്കാം, സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ചാൻസ് തന്നെ ഏറ്റവും നല്ല വിജയം നേടി മടങ്ങാം.